നാരായണീയം ദശകം 5 ശ്ലോകം 6. സോഹം ച ത്രിഗുണക്രമാത്രിവിദതാം ആസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ താമസോ ഇതി ഭവൻ ആദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാവാദാർക്കപാശ്വശ്വിനോ വഗ്നീന്ദ്രാച്യുതമേത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ആ അഹങ്കാരമാകട്ടെ സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളുടെ ക്രമത്തിൽ 3 വിധത്തിലായിട്ട് വൈകാരികൻ, തൈജസൻ, താമസൻ എന്ന 3 അവസ്ഥയിൽ പ്രാപിച്ചു. ഇവയില് ആദ്യത്തേതായ സാത്വിക അഹങ്കാരം കൊണ്ട് ദിക്ക്, വായു, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവകൾ, വഗ്നി, ഇന്ദ്രൻ, വിഷ്ണു, മിത്രൻ, പ്രജാപതി, ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നീ ഇന്ദ്രിയാഭിമാനി ദേവന്മാരെ സൃഷ്ടിച്ചു. ശ്ലോകം 7. ഭൂമന്മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്വന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശയേവാസൃജത് ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണഃ തത്വാമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപതി ശബ്ദോ ജനീത്വദ്ബലാത്. ശ്ലോകം 7ന്റെ അർത്ഥം നോക്കാം. അല്ലേ ഗുരുവായൂരപ്പ, സർവവ്യാപിയായ ഭഗവാനെ, അവിടുത്തെ പ്രേരണയാൽ സാത്വിക അഹങ്കാരം തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയോടുകൂടിയ ചിത്തം എന്നു പേരുള്ള വൃത്തിയോടുകൂടിയ അന്ധഃകരണത്തെയും സൃഷ്ടിച്ചു. രാജസ അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയവും. 5 ജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, അങ്ങനെയുള്ള 5 ജ്ഞാനേന്ദ്രിയവും വായ്, കയ്യ്, കാല്, വായു, ഉപസ്ഥം എന്ന 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. അവിടുത്തെ പ്രേരണയാൽ താമസ അഹങ്കാരത്തിൽ നിന്നാകട്ടെ ആകാശത്തിന്റെ സൂക്ഷ്മ അംശമായ ശബ്ദവും ഉണ്ടായി. ശ്ലോകം 8. ശബ്ദാദ്യോമ തത സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോതചരസം തോയം ച ഗന്ധം മഹീ ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. ശ്ലോകം 8ന്റെ അർത്ഥമാണ് പറയുന്നത്. താമസ അഹങ്കാരത്തിൽ നിന്നുണ്ടായ മറ്റ് സൃഷ്ടികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ബ്രഹ്മത്തിന്റെ ഇച്ഛാശക്തി നിമിത്തം മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ 4 എണ്ണം കലർന്ന അന്ധഃകരണമായി തീരുന്നു. അല്ലയോ ഭഗവാന്, അവിടുന്ന് ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും, ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും, സ്പർശത്തിൽ നിന്നു വായുവിനെയും, വായുവിൽ നിന്നു രൂപത്തെയും, രൂപത്തിൽ നിന്ന് അഗ്നിയെയും, അഗ്നിയിൽ നിന്നു രസത്തെയും, രസത്തിൽ നിന്നു ജലത്തെയും, ജലത്തിൽ നിന്നു ഗന്ധത്തെയും, ഗന്ധത്തിൽ നിന്നു ഭൂമിയെയും സൃഷ്ടിച്ചു. അല്ലയോ കൃഷ്ണ, ഇങ്ങനെ മുൻപുണ്ടായ അവയുടെ സംബന്ധം മൂലം മുൻപുണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂത സമൂഹത്തെ താമസ അഹങ്കാരത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു, അല്ലെങ്കിൽ പ്രകാശിപ്പിച്ചു. ശ്ലോകം 9. ഏതേ ഭൂതഗണാസ്തദേന്ദ്രിയഗണാഃ
ദേവാശ്ച ജാത പൃഥക് നോ ചേകുർഭുവനാണ്ഡ നിർമ്മിതിവിദോ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധ സൂക്തിഭിർനുത ഗുണഃ തത്വാന്യമോന്യാവിശൻ ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. ശ്ലോകം 9 അർത്ഥം നോക്കാം. മായയിൽ പരമാത്മ സ്വരൂപമായി ഭഗവാൻ പ്രതിബിംബ രൂപത്തിൽ പ്രവേശിച്ച് ജീവാത്മാവായി മഹത്വത്വം, അഹങ്കാരം, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും 4 അന്ധകരണ വൃത്തികളും പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും അവയുടെ ദേവന്മാരെയും സൃഷ്ടിച്ചു. ഈ പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും 4 അന്ധകരണ വൃത്തികളും അവയുടെ അധിഷ്ഠാന ദേവന്മാരെയും സൃഷ്ടിക്കപ്പെട്ടെങ്കിലും അവയ്ക്ക് സ്വയം പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നതിന് കഴിവില്ലായിരുന്നു. അതിനാൽ അവ പരമാത്മാവിന്റെ ഗുണങ്ങൾ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. പരമാത്മാവ് അവയിൽ പ്രവേശിച്ച് അവയ്ക്കെല്ലാം ക്രിയാശക്തി നൽകി അവയെ സംയോജിപ്പിച്ചതിന് ശേഷം സ്വർണമയമായ ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. പരമാത്മാവിന്റെ തന്നെ രൂപാന്തരമാണ് ഈ ബ്രഹ്മാണ്ടം എന്നും വരുന്നു. ശ്ലോകം 10. അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത്സഹസ്രം സമാഹ നിർഭിന്ദന്നഗൃധാ ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈഃ നിശ്ശേഷജീവാത്മകോ നിർഭാതോऽസി മരുത്പുരാധിപ സമാം ത്രായസ്വ സർവാമയാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 10 അർത്ഥം നോക്കാം. അവ്യക്തമായ മായയിൽ സ്പഷ്ടമായ ദേവന്മാരും മറ്റും ചേർന്ന് ബ്രഹ്മാണ്ടം കാരണജലത്തിൽ വളരെ കാലം കിടന്നപ്പോൾ അതിനെ പലതാക്കി 14 ലോകങ്ങൾ അവയവങ്ങളായിട്ടുള്ള വിരാട് രൂപം സൃഷ്ടിക്കപ്പെട്ടു. 1000 കൈകളും കാലുകളും ശിരസ്സുകളും ഉള്ളവനായിട്ട് ഭഗവാൻ പ്രപഞ്ചമാകെയുള്ള ചരാചരങ്ങളുടെ എല്ലാം ജീവാത്മാവായി പ്രകാശിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെ എങ്ങും നിറഞ്ഞ അവിടുന്ന് എന്നെ മാനസികവും ശാരീരികവുമായ പീഡകളിൽ നിന്ന് രക്ഷിച്ചാലും എന്നാണ് നമ്മുടെ ഭട്ടതിരിപ്പാട് പറയുന്നത്.